ജോർജ് കുടുംബത്തില് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 4.5 വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന്? പിന്നെ ഒരു സമയം ഉണ്ടായിരുന്നു, കോമന്റ്സ് വായിച്ച് ഇരുന്ന് വിഷമിക്കും സ്വയം, വെറുതെ ഡാർക്ക് എടുത്തോണ്ടിരിക്കും. എന്നെ പറ്റി ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അത് നമ്മുടെ പേഴ്സണൽ സ്പേസിനെ ബാധിക്കും, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ബാധിക്കും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെ ബാധിക്കും. അല്ല, ഞാൻ ചെറിയ പടം ഉദ്ദേശിച്ചത് ബഡ്ജറ്റ് വൈസ്. എനിക്ക് തോന്നുന്നില്ല ദൃശ്യം 2ന്റെ ചെലവുണ്ടാവുക ദൃശ്യം 3ക്ക് എനിക്ക് സംശയമുണ്ട്. ട്രെയിലർ റിലീസ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ യൂട്യൂബ് കോമന്റ്സ് വന്നത് അർജുനെ പറ്റി ചോദിച്ചിട്ടായിരുന്നു. എന്റെ ആക്ച്വലി വെരി ഫസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് ഇതൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ് ആയിരുന്നു. എനിക്ക് കുറെ ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് എത്തിയ സ്ഥലമായിരുന്നു, പക്ഷെ എനിക്ക് കുറെ പഠിക്കാൻ പറ്റി. എനിക്ക് ജിത്തു സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂബനാണ് ഞാൻ ആദ്യമായിട്ട് സാറിന്റെ കൂടെ ചെയ്യുന്നത്. അന്ന് എനിക്ക് മനസ്സിലായതാണ് ഓരോ ഷോട്ടിനും എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സാറ് തന്നെ നറേറ്റ് ചെയ്ത് തരും. അത് എത്ര ടേക്സ് പോയിട്ടാണെങ്കിലും സാർ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തുന്നത് വരെ മെനക്കെടാൻ എല്ലാവരും റെഡിയാണ്. അപ്പം രാഷൻ വിളിക്കുമ്പോഴും അത് തന്നെയായിരുന്നു. എനിക്ക് എന്റെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷനേക്കാൾ കൂടുതൽ, ഇപ്പം എന്റെ ക്യാരക്ടർ ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ്, കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്, എവിടെ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബേസിക് ഐഡിയ ക്യാരക്ടറിനെ പറ്റിയുണ്ട്. പിന്നെ ഇതൊരു ത്രില്ലർ ആയതുകൊണ്ടും ഇതിന്റെ സ്ക്രീൻ പ്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ പില്ലർ എന്ന് പറയുന്നത് എന്റെ സ്ക്രീൻ പ്ലേ ആണ്. അപ്പം ആ സ്ക്രീൻ പ്ലേ ഭയങ്കര സോളിഡ് ആണ്. ഞങ്ങൾ എല്ലാവരും ആ സ്ക്രീൻ പ്ലേ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു വെല്ലുവിളി. അത് സാറ് കൃത്യമായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ അയാളുടെ സ്വഭാവം തന്നെയാണ്. രാവിലെ പോലീസും രാത്രി കള്ളനുമാവുന്ന ഒരു മനുഷ്യൻ, അയാളുടെ സ്വഭാവമാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ മിറാഷിൽ അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ഡ്രാമ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടോ ക്യാരക്ടറിന്? ഇത് ഇപ്പൊ ഈ 24-ലും ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം ഇതാണ്. ത്രില്ലർ സിനിമകളുടെ ഭാഗമാകുമ്പോൾ റിലീസിന് മുന്നേ ഒരു പരിധി വിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനും ആ പ്രശ്നമുണ്ട്. അതെ, ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. നമ്മൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പം നിങ്ങളെയൊക്കെ പോലെ തന്നെ ഉള്ളൊരു സ്വഭാവമുള്ള, എല്ലായിടത്തും എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ, എന്താ പറയുക, ഒരു ക്യാമറ ഉണ്ടാവും കയ്യിൽ, എപ്പോഴും ഒരു ടീം ഉണ്ടാവും. അപ്പൊ അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതില്ല അപ്പുറത്തേക്ക് വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ക്യാരക്ടർ അല്ല. അതെ, ക്യൂരിയസ് ആണ്. പറയാറുണ്ട് ചില പടത്തിൽ ഞാൻ മനഃപൂർവ്വം ലാഗ് ഇടാറുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലാഗ് ഞാൻ ഇടാറുണ്ട്. അപ്പൊ ഈ അടുത്ത് ഇപ്പൊ വരുന്ന സിനിമകളിലൊക്കെ എഡിറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ശമനൊക്കെ ഒരു ശ്വാസം പോലും ഇടാൻ സൗകര്യമില്ലാത്ത പോലെയാണ് എഡിറ്റ് പാറ്റേൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കാറുണ്ടോ സാറായിട്ട്? എന്തായിരിക്കും എഡിറ്റ് പാറ്റേൺ? നമ്മുടെ ഇപ്പൊ ഉള്ള ഫാസ്റ്റ് ആ മൂവ്മെന്റിൽ പോണോ, അതോ സാറിന്റെ രീതി പോണോ? പക്ഷെ ഓരോ സിനിമയ്ക്കും ഓരോ രീതി ഉണ്ട്. അത് ഡിമാൻഡ് ചെയ്യുന്ന ചില സ്ഥലത്ത് ഇമോഷൻസ് നമുക്ക് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ സ്പേസ് അർഹിക്കുന്ന ഒരു സമയം കൊടുക്കണം. അത് നമുക്ക് ചിലപ്പോൾ ഒരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്കത് ലാഗായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷെ ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ, ആ സിറ്റുവേഷൻ കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ ആ ലാഗ് വേണം. ഇപ്പം ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത് വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അത് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ, OTT വന്നതിന് ശേഷമാണ് അതിന് ഏറ്റവും കൂടുതൽ റിവ്യൂ വന്നത്. അതിന്റെ കാരണം ആ കാണുന്ന ആള് അത് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിച്ച് അത് മനസ്സിലാക്കി കാണുന്നത്. അപ്പൊ അതിൻ്റെ അകത്തൊരു ലാഗ് ഫീൽ ചെയ്യില്ല. ഇപ്പൊ നമ്മള് ഇന്റർനാഷണൽ സിനിമ പറയുമ്പോൾ ഒക്കെ നമ്മൾ പല ടർക്കിഷ് സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, പക്ഷെ അവസാനം കിട്ടുന്ന ഒരു മൊമെന്റിലായിരിക്കും ആ സിനിമയുടെ ഫുൾ ഐഡിയ നമുക്ക് ഡൈജസ്റ്റ് ആവുന്നത്. അപ്പൊ അത് ഓരോ സിനിമയുടെ പാറ്റേൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം തലവൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജിസ് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എവിടെയൊക്കെ അത് ടൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ സിനിമ ഷൂട്ട് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞിട്ടാണ് അത് റിലീസായത്. ആ 8 മാസവും അതിന്റെ എഡിറ്റിന് വേണ്ടിയിട്ടാണ് സമയമെടുത്തത്. അപ്പം അങ്ങനെ ഓരോ സിനിമയ്ക്കും ഓരോ സ്റ്റൈലായിരിക്കണം. മാത്രം എവിടുന്നാണ് ഇത്ര അധികമുള്ള പുതുമയുള്ള ത്രില്ലറുകൾ വന്നെത്തുന്നത്? പിന്നെ അടുത്തത് വരാൻ പോണത് വലതുവശത്തെ കള്ളനാണ്. അത് കഴിഞ്ഞ ദൃശ്യം 3 ആണ്. എവിടുന്നാണ് ഇത്രയുള്ള പുതുമകളുടെ ഐഡിയകൾ വരുന്നത്? അല്ല, എന്റെ ത്രില്ലറിന്റെ പുതുമകളുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഞാനാണ് ചെയ്ത് മടുത്ത് വേറെ വല്ല ജോണറിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ച് നടക്കുക. കാരണം എന്റെ പേടി അത് തന്നെ. നമ്മളിത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ചില ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഞാൻ മറ്റേതിലൊക്കെ ചെയ്തത് എന്നൊക്കെ തോന്നും. ഏതൊരു ഇതിനെ ചോദിച്ചപ്പോൾ ഞാൻ സ്ലോ മോഷൻ വേണം, ഇതില്ല നമ്മൾ മറ്റേ സിനിമകളിലൊക്കെ സ്ലോ മോഷൻ. അപ്പം അതായത് നേരത്തെ പറഞ്ഞ ക്ലീഷേ എന്ന് പറഞ്ഞ സാധനം. അപ്പം നമ്മൾ
അപ്പൊ എന്നോട് എന്റെ എഡീസ് പറഞ്ഞില്ല സാറേ അത് സാറത് സ്ലോ മോഷൻ തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മള് പണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമ, നസീർ സാറിന്റെ ഒക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വില്ലനും നായകനൂടെ കത്തി പിടിച്ചിട്ട് കത്തി ഇങ്ങോട്ട് വരുന്നു, കുറച്ചും കത്തി അങ്ങോട്ട് തിരിയുന്നത്, ഇതിന്റെ അല്ലെ കയറിങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഓരോ ലെയറായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇപ്പോഴും ഹോളിവുഡ് സിനിമകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആ ക്ലീഷേസ് അപ്പോഴും തിയേറ്ററിൽ ഒരു കഥയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനകത്തൊരു ചെറിയ അത് ക്ലീഷയാണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ തരുന്നുണ്ട്. അത് എവിടെ എങ്ങനെ ഏത് ലെവലിൽ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ ക്രിയേറ്ററുടെ എടുക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചോദ്യത്തിൽ ഇതാണല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഞാൻ തന്നെത്താൻ എഴുതുമ്പോൾ ഒത്തിരി സമയം വരുന്നുണ്ട് കഥകൾ തപ്പിയെടുത്ത് അല്ലെങ്കിൽ അത് എഴുതിയെടുക്കാനായിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഒത്തിരി പുതിയ കഥകൾ വരുമ്പോൾ അതിനകത്ത് നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ ഞാൻ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തു, അല്ലാതെ കേട്ട് തീരും. ഇപ്പൊ വലതുദിവസങ്ങളിൽ അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ഡിനു, നിങ്ങൾക്ക് അറിയാം, കൂദാശ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഒരാളാണ്. ആ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് എടുത്തു വെച്ച് നോക്കി എനിക്ക് അത് വലിയ കാര്യമായിട്ട് പണിയേണ്ട വന്നില്ല. കാരണം അത് ഓൾറെഡി അതൊരു ഇമോഷണൽ ത്രില്ലറാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഇമോഷൻസ് ഒന്നുമില്ല. ഇത് കുറച്ചുകൂടെ കുറെ സംഭവവാസങ്ങളാണ് ഇതിനകത്ത്. അപ്പൊ നമ്മളങ്ങനെ ഇതൊക്കെ ഒരു തോന്നലിലൊക്കെ ചെയ്യുക. അതിപ്പം ചിലപ്പോൾ അത് വർക്കൗട്ട് ആവും, അല്ലാതെയും സംഭവിക്കാം. ഇത് ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ നമുക്ക്. ഇത് വർക്കൗട്ട് ഇത് കൊള്ളാലോ എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അത് വേറെ ആൾക്ക് ചിലപ്പോൾ കൊള്ളിയാലെന്നും തോന്നാം. സബ്ജക്റ്റീവാണ്. പിന്നെ നമ്മള് ഒരു സിനിമ എപ്പോഴായിട്ടാകുന്നു മജോറിറ്റി ഇഷ്ടപ്പെടുമ്പോഴല്ലേ. അപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ട്. ഇപ്പൊ ദൃശ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ 1 ചിലർക്ക് ഇഷ്ടം, ചിലർ 2 അതിനേക്കാൾ നല്ലത് ഇതൊക്കെ എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഡിഫറെന്റ് എന്ന് എനിക്ക് തോന്നിയാ ചെയ്യുന്നത്. അപ്പൊ വളരെ സന്തോഷം തോന്നി കേട്ടോ, ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ. എനിക്കൊരു പേടിയായിരുന്നു ഇത് എന്താ പറയാ റെപ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന പോലെ തോന്നുന്നുണ്ടോ എന്നൊരു പേടിയായിരുന്നു സത്യം. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. അടുത്തതായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത് ജോൺ ഡ്യൂട്ടിയുടെ വരവിനാണ്. അതൊരു 1.5 വരവായിരുന്നു. ഒരു അരവരവെന്നൊക്കെ വിളിച്ചാൽ പോലെ ഇതിന്റെ പ്രശ്നം തന്നെയോ അത് എക്സ്പെക്ടേഷൻ ആണ്. ഇത് ഇപ്പം 1 ദൃശ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1ന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു. 2 എഴുതിയപ്പം ആ കഥ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ, പ്രത്യേകിച്ച് ആ റൈറ്റർ വന്നിരുന്ന് കഥ പറയുമ്പോൾ അങ്ങനെ ഒരു കട്ടിങ് ഒക്കെ അത് വന്നപ്പോൾ അതങ്ങനെ സംഭവിച്ചതാണ്. അല്ലാതെ ഞാനൊരു വ്യത്യസ്തമായി സ്ക്രിപ്റ്റ് ചെയ്തേക്കാൻ പുറത്തൊന്നും ചെയ്തതല്ല. ഇപ്പൊ 3 വരുമ്പോ ഇപ്പൊ ഞാൻ ചിലര് അനൗൺസ് ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ എഴുതിയേക്കുന്നുണ്ട് സെക്കൻഡിനേക്കാൾ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല. 3 ഞാൻ കഥയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവിടുത്തെ സംഭവവാസങ്ങൾ എന്താണ്, ആ സംഭവവാസങ്ങൾ എങ്ങനെ ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യണം, അതിനു വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് സെക്കൻഡിന്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണേ അല്ല 3, ടോട്ടലി ഡിഫറെന്റ് ആണ്. മേ ബി കുറച്ചുകൂടി ഒരു ഫസ്റ്റിന്റെ ഒരു പാറ്റേണിലേക്കാണ് അത് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കരമായ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഒക്കെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് എനിക്കറിയില്ല. അതുകൊണ്ട് അതധികം പ്രതീക്ഷിക്കാതെ വരിക. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 4.5 വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ വരിക. അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയോടെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ദൃശ്യത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് മലയാളം മാത്രമല്ല തെലുങ്കും ഹിന്ദിയും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുക. അപ്പൊ പല തിയറീസ് ഒക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഹിന്ദിയാണ് ആദ്യം റിലീസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടായിരിക്കും മലയാളം. ഇതിന്റെ ഇടയിൽ തെലുങ്ക് സൈമൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്യും. അങ്ങനെ പല തിയറീസ് ഉണ്ട്. അത് ശരിക്കും എന്താ മലയാളം തന്നെയാണോ ആദ്യം ഇറങ്ങുക? ഇതിന്റെ തിയറീസിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഈയിടെ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഒരു 2 ആഴ്ച മുമ്പ് ഞാനും മമ്മൂക്കയും കൂടെ ഒരു പടം വരുന്നു, അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ ഒരു സംഭവം അറിഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത് ഓൺലൈൻ ന്യൂസിൽ വന്ന ഒരു ഇതാണ്. അവര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, എന്താണ് 3ന്റെ വല്ല നീക്കങ്ങളുണ്ടോ, അപ്പൊ പറഞ്ഞു ഇങ്ങനെ നോക്കുവാണ് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവർക്കും ഇങ്ങനെ ഒത്തിരി പേര് ഇത് അയക്കുന്നുണ്ട്, പുറത്തുനിന്ന് വല്ലതും നോക്കുന്നുണ്ടോ. ഞാൻ ഇല്ല, പുറത്തുനിന്ന് നോക്കുന്നില്ല, ഞാൻ പറയും എനിക്കും അയക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടി. ഞാനത് ഡെവലപ്പ് ചെയ്തപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ അവരൊരു താല്പര്യം പറഞ്ഞു ഒന്നിച്ചൊന്ന് റിലീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവരുടെ ഇതിന്റെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് മലയാള സിനിമ ഇറങ്ങിയാല് പാൻ ഇന്ത്യൻ ആയിട്ട് ആൾക്കാർ ഇന്ന് കാണും. അതിപ്പോ ജസ്റ്റ് സബ് ടൈറ്റിലാണെങ്കിലും ആൾക്കാർ കാണും. അപ്പം ഇവരുടെ റവന്യൂ ബാധിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരു ഡിസ്കഷൻ നടന്നു. അതിന്റെ ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി
അത് അവരിവിടെ വന്നു, അത് ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു, ചില ഡിസ്കഷൻസ് ഉണ്ടായി. ഓഫ് കോഴ്സ് അവർക്ക് കൾച്ചറലി കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യണം. അപ്പൊ അവരതിന്റെ പ്രോസസ്സിലാണ്. ഇതാണ് അതിന്റെ നിജസ്ഥിതി. ആദ്യം ഏതായിരിക്കും ഇറങ്ങുക അതുണ്ടാവും. അല്ല, അതേപോലെ അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളിപ്പോ വലിയ താമസമില്ലാതെ ഷൂട്ട് തുടങ്ങുമ്പോൾ അവരും ഷൂട്ട് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഡിസ്കഷൻ അതൊക്കെ പ്രൊഡക്ഷൻ സൈഡിലാണ്. ഞാൻ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ ക്രിയേറ്റീവ് സൈഡിൽ കാര്യങ്ങൾ നോക്കുന്ന ആളല്ല. ജിത്തു സാർ, അതേപോലെ ഇപ്പം മലയാള സിനിമ മലയാള സിനിമ എത്ര കാശ് ഇറക്കുന്നു എന്നുള്ളതല്ല, അതിൽ എത്രത്തോളം കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ലോക സിനിമ 200 കോടി കഴിഞ്ഞു. അപ്പൊ ഏതൊരാളും പറയുന്നത് വെച്ചാൽ അതിൽ നമ്മൾ ഇതുവരെ കാണാത്ത നമ്മൾ കേട്ടുകേൾവിയുള്ള കഥകൾ പോലും ഇങ്ങനെയും ലെവലാക്കി ചെയ്യാൻ പറ്റും എന്നൊരു സാധനം ഉണ്ടാകും. തിയേറ്ററിൽ വലിയ വിജയം ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഇതേപോലത്തെ പറയാതെ പോയാലും ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജോണർ എപ്പോഴും സാറിന് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഡിഫറെന്റ് ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഡിഫറെന്റ് ജോണേഴ്സ് വരണം. ഇപ്പൊ ലോകം വന്നു, ഇതിപ്പോ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറെ ആൾക്കാർ കയറി എന്നാ നമുക്കൊരു സൂപ്പർ ഹീറോ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങരുത്. അത് അവർ ചെയ്തു, അവരതിന്റെ അടുത്ത് ചെയ്തു. ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഒരു ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു കോമഡിയാണുള്ളത്. എന്താണെങ്കിലും അത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അവരെ തിയേറ്ററിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്റർടൈൻഡ് ആവണം, അത്രേ ഉള്ളൂ. അതിന് സ്ക്രിപ്റ്റിങ്ങില് സമയമെടുത്ത് അതിൻ്റെതിനായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ടൈപ്പ് ജോണേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഇത് പ്രശ്നം വെച്ചാൽ ബാക്ക് ടു ബാക്ക് ത്രില്ലേഴ്സ് വരുന്നു. ഇതൊരു 2-3 വർഷം മുമ്പുള്ള സബ്ജക്ട്സ് ആണ്. ഇപ്പം ഞാൻ ഈ അന്നോട്ട് വർക്ക് ചെയ്തൊക്കെ തുടങ്ങി വന്നതാണിത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സബ്ജക്ട്സുകളുണ്ട്, അതിനകത്ത് കുട്ടികളുടെ സിനിമയുണ്ട്, അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറുകൾ. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല ഏതൊക്കെ ജോണേഴ്സ് ആണ്. അപ്പം അത് ചിലപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞായിരിക്കും. അപ്പൊ അതാണ് എനിക്ക് ഡെഫിനറ്റ്ലി മാറി ചെയ്യണമെന്നുണ്ട്. അത് ഇനിയിപ്പോ ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു മൾട്ടി ഹീറോ പടം ചെയ്യാൻ സാറിന് ആഗ്രഹം. ഞാൻ ഒരു കഥ വന്നാൽ അവിടെ ഒരു മൾട്ടി ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഒരു നല്ല കഥ വരുമ്പോൾ അതിനകത്ത് ഒരു സൂപ്പർ ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ചെയ്യും. അല്ലാതെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാറില്ല. അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ചെറുതോ വലുതൊന്നുമല്ല, ചെയ്യുന്ന പെർഫോം ചെയ്യാൻ സ്പേസ് കിട്ടുന്ന കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ നമ്മുടെ ആക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സിഗ്നേച്ചർ വരുന്നത്. അപ്പോൾ ചില കഥാപാത്രങ്ങൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടാനൊന്നും വരും. ഇപ്പം മീശയിലെ കഥാപാത്രം നല്ല പ്രേക്ഷകരിൽ നല്ല പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം എല്ലാവരും റെസ്പോൺസ് ചെയ്തൊരു കഥാപാത്രമാണ്. പക്ഷേ അധികം ആളുകളിലേക്ക് എത്തിയില്ല. അപ്പം ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ഡെപ്ത് ഉണ്ട്? ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് അങ്ങനെ ഒരുപാട് പറഞ്ഞ പോലെ ആസിഫ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ത്രില്ലർ ആയതുകൊണ്ടും ജിത്തു ജോസഫ് പടമായതുകൊണ്ടും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും മാക്സിമം അത് തന്നെയാണ് ശ്രമിക്കാറ്. കിട്ടുന്ന ജോലി മാക്സിമം വെറുപ്പിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കാറ്. ചോദ്യം എന്തായാലും അതായത് ഇപ്പൊ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടും ചിലരെ റെക്കഗ്നൈസ് ചെയ്യും, ചിലരെ തിരിച്ചറിയത്തില്ല. ഇപ്പൊ മീശയിലെ കഥാപാത്രമായാലും നല്ല രീതിയിൽ ചർച്ച ചെയ്ത നല്ല പെർഫോം ചെയ്യാൻ സ്പേസ് ചെയ്ത കഥാപാത്രമായിരുന്നു. പക്ഷെ അത് എല്ലാവരിലേക്ക് എത്തിയില്ല. പിന്നെ OTT-ലൊക്കെ വന്നപ്പോഴാണ് ആളുകൾ ഒന്നുകൂടെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അപ്പം എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ പത്രം പെർഫോം ചെയ്തിട്ടും? അല്ല, ഇത് പടത്തിന്റെ വിജയം അനുസരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പടം കൊമേഴ്ഷ്യലി ഇപ്പൊ നല്ല സിനിമ ചീത്ത സിനിമ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പടം കൊമേഴ്ഷ്യലി ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനുള്ള റെക്കഗ്നീഷനും അതിനുള്ള മറുപടികളും പെട്ടെന്ന് നമുക്ക് അതിന്റെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അതിന്റെ റെസ്പോൺസും കിട്ടും. എന്ന് കരുതി ഓടുന്ന പടങ്ങളെല്ലാം നല്ല പടങ്ങളെല്ലാം ഓടുന്നു അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ പടം കൊമേഴ്ഷ്യലി ഹിറ്റ് ആയിട്ട് കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് അതിന്റെ റെസ്പോൺസ് കിട്ടുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാനത് ശ്രദ്ധിക്കാറില്ല. എന്റെ ജോലി അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി അതിന്റെ വിജയപരാജയങ്ങൾ പ്രൊഡ്യൂസറിന്റെ ഉത്തരവാദിത്വം, അയാളുടെ റിസ്ക്കുമാണ്. ഇപ്പോ ആക്ടേഴ്സിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ദാറ്റ് അവര് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഡീടോക്സ്, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും എത്തുന്നുണ്ട്. ഇപ്പോൾ പപ്പ പറയുന്നുണ്ടായിരുന്നു ഫഹദ് ഫാസിൽ എന്നെ ഇമെയിലിലൂടെ മാത്രം ആക്സസബിൾ ആവുന്ന ഒരു കാലഘട്ടത്താണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന്. ഈ അടുത്ത ഐശ്വര്യലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാത്തിനും എക്സിറ്റ് ആയി പോവുകയുണ്ടായി. അപ്പോൾ കുറേ കാലം മുമ്പ് തന്നെ ഫോൺ യൂസേജിൽ കൃത്യമായ ലിമിറ്റ് വെച്ച ആളാണ് ആസിക. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സോഷ്യൽ മീഡിയ ആക്ടേഴ്സിന് പലപ്പോഴും കുറച്ചധികം ബോധർ ചെയ്യുന്ന, അവരതിൽ നിന്നും കട്ട് ഓഫ് ആവുന്ന, അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം? സോഷ്യൽ മീഡിയ എനിക്ക് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. ഇപ്പൊ നമ്മള്
അതിന്റെ ഒരു അൽഗോരിതം തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എപ്പോഴും നമ്മുടെ ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ കുറെ ടെൻഷനും കുറെ കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങളെ പറ്റി ആവശ്യമില്ലാതെ ബോധനാവുന്നുണ്ട് സോഷ്യൽ മീഡിയ കാരണം. പിന്നെ രണ്ട് സൈഡും ഉണ്ട്. ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. വല്ലപ്പോഴൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഇടയ്ക്കൊക്കെ കയറി നോക്കാറുണ്ട്. അല്ലാതെ അത് ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഫോൺ എടുത്ത് മാറ്റി വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഒരു സമയം ഉണ്ടായിരുന്നു കോമന്റ്സ് വായിച്ച് ഇരുന്ന് വിഷമിക്കും സ്വയം, വെറുതെ ഡാർക്ക് എടുത്തോണ്ടിരിക്കും. എന്നെ പറ്റി ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അത് നമ്മുടെ പേഴ്സണൽ സ്പേസിനെ ബാധിക്കും, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ബാധിക്കും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെ ബാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരാത്ത രീതിയിലേക്ക് ലിമിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫാഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, കാറുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ അപ്ഡേറ്റ്സും ഇതിന്റെയൊക്കെ ന്യൂസും ഒക്കെ കാണാൻ എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട് ഞാൻ. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാറുണ്ട്. അപ്ഡേറ്റഡ് ആയിരിക്കണമല്ലോ. ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ചോദ്യങ്ങൾ, ഒരാൾ പറഞ്ഞതിനെ പറ്റിയിട്ടൊക്കെ ഒരു മറുപടി പറയണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വേണം. പക്ഷെ അത് നമ്മൾ ഏത് ലിമിറ്റിൽ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റേഴ്സ്. അത് തന്നെയാണ് ചെയ്യേണ്ടത്, ഏത് ലിമിറ്റിൽ എന്നുള്ളതാണ്. ഇപ്പൊ അതിനകത്ത് നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ അതിനകത്തെ ഈ പറഞ്ഞ കമന്റ്സ് നോക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് പ്രശ്നമാണ്. കാരണം അതിനകത്ത് ജെന്യൂനിറ്റി കുറവാണ്. അതാണ് അതിനകത്തെ പ്രശ്നം. ഒരുപക്ഷെ പലരും ഇത് ചെയ്യുന്നതും അതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കുറച്ച് നാളായിട്ട് ഞാനങ്ങനെ നോക്കുന്ന ഒരാളല്ല, പക്ഷെ വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നോക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതെന്നെ ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന നല്ല രീതിയിൽ ഇരുന്ന് ഒരു കുറ്റം പറയുകയാണ്. ഞാൻ അത് ജെന്യൂൻ ആണെങ്കിൽ നമ്മളത് ഞാൻ ആ സ്പിരിറ്റിൽ എടുക്കുന്ന ഒരാളാണ്. ഞാൻ ആ വ്യക്തിയുടെ ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ യൂട്യൂബ് കഴിക്കുമ്പോൾ ഒന്നുമില്ല കണ്ടന്റ്, ചുമ്മാ ഒരു പേരും ഇതും മാത്രമല്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഫേക്ക് പരിപാടിയാണ്. ഈ പുള്ളി എൻ്റെ പുറകെ ഉണ്ട് എല്ലാ പടത്തിൻ്റെയും. അപ്പൊ പുള്ളി എന്നെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യാം. അപ്പം എപ്പോഴെങ്കിലും അത് പറയുന്ന മാറ്റർ ഓൾമോസ്റ്റ് സെയിമുമാണ്. ഇങ്ങനെ പറയും എപ്പോഴെങ്കിലും, ചിലപ്പോൾ അത് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തായിരിക്കാം, എനിക്ക് അറിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ ചുമ്മാ കൗതുകത്തോടെ നോക്കും, എത്ര നാൾ പോകും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെന്നെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അത് ശ്രമിക്കുന്ന ആ വ്യക്തി പരാജയപ്പെടുകയാണ്. പക്ഷെ ചിലരെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഒരു കാര്യം തന്നെ 10 തവണ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തി ഭയങ്കരമായിട്ട് അത് ബാധിക്കും. അത് അപ്പൊ ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പലരും മാറി നിൽക്കുന്നത്. ഇപ്പൊ ആ വ്യക്തി നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞാൽ അത് നമുക്ക് ആ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റിയാണ്. അതാണ് ശരിക്കും സോഷ്യൽ മീഡിയ പലരും ഭയക്കുന്നതിന്റെ കാര്യം, അല്ലെങ്കിൽ വറീഡാകുന്നതിന്റെ കാര്യം. അതാണ് അതേപോലെ ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ ചെയ്ത് അതൊരു നമ്മളെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആളുകളുടെ ഉള്ളിൽ നിൽക്കാൻ ഒരു കാര്യമില്ല. ആസ്പിക എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു നടനാണ്. താങ്കൾ ചെയ്തു വെച്ച കഥാപാത്രം ഒരുപാട് പ്രിയപ്പെട്ട എന്താ പറയുക, ബോയ് നസീർ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് നിൽക്കുമ്പോൾ ജിത്തു ജോസ് പാസ്ബലി കോംബോയിൽ അപ്പോൾ ഇത്ര കോടി ക്ലബ് കയറും എന്ന് ഓൾറെഡി അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പൊ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ, ഇപ്പൊ റോഷാക്കിലെ കഥാപാത്രങ്ങളൊക്കെ ചില ക്യാരക്ടറുകളിലേക്ക് വരാനായിട്ട് ചില സ്റ്റോറികൾ ചിലപ്പോൾ മടിക്കായിരിക്കും. ആസ്പിക ഇതേപോലെ സ്റ്റാർ ആണല്ലോ, അപ്പൊ ഇങ്ങനെ കഥാപാത്രങ്ങൾക്ക് കാസ്റ്റ് ആവുമോ എന്നൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനത്തെ കഥകൾ നമുക്ക് വരാറുണ്ടോ, അതോ ഫുൾ ഹീറോ ഓറിയന്റഡ് സബ്ജക്ട്? ഇല്ല, എൻ്റെ അടുത്ത് ഒത്തിരി കഥകൾ വരാറുണ്ട്. കാര്യം ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാറുണ്ട് ഒരു സ്ക്രിപ്റ്റ്. ഇപ്പം ഈ അടുത്ത് ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയിൽ, അപ്പൊ അതിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടായ 2 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വേറൊരാളോടാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാൻ മടിയുണ്ടാവും, പക്ഷെ ആസിഫിനാണെങ്കിൽ ആ സെൻസിൽ എടുക്കാൻ പറ്റും. എനിക്കത് ഭയങ്കര സന്തോഷം തന്നു. കാര്യം ഞാൻ ഇപ്പൊ കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകൾ നന്നായത് കൊണ്ട് ഞാൻ ഇനി ക്യാരക്ടർ റോൾസ് ചെയ്യൂല എന്നൊന്നും ആരും ഓർക്കുന്നില്ല. അതായത് ഒരു സ്ക്രിപ്റ്റിൽ ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ആ സിനിമയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ അത് ചെയ്യും എന്ന ആളുകൾക്ക് ഇപ്പോഴും വിശ്വാസമുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാര്യം എൻ്റെ ക്യാരക്ടേഴ്സിന്റെ പ്രെഡിക്റ്റബിലിറ്റി ഇല്ലാതാക്കാൻ പറ്റും. എനിക്കൊരു ഭയങ്കര ക്രിയേറ്റീവ് ഫ്രീഡം എൻ്റെ ക്യാരക്ടേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരിക്കലും ഒരു സ്ക്രീൻ സ്പേസ് നോക്കിയിട്ട് ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാറില്ല.
അപ്പൊ അത് ഓരോരുത്തരുടെ കോളാണ് കേട്ടോ. അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരിയറിന് ആദ്യം മുതലേ ഞാൻ അത് വളരെ രസമായിട്ട് ആസ്വദിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഹീറോ ആയിട്ട് ചെയ്ത സിനിമകൾ ഫെയിലിയർ ആയപ്പോഴും ഗസ്റ്റ് റോൾ വന്ന സിനിമകളിൽ എനിക്ക് കൈയടി കിട്ടിയിട്ടുണ്ട്, ആളുകൾ എന്നെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഇനി ചിലപ്പം കുറെ നാൾ കഴിയുമ്പോൾ അത് മാറിയേക്കാം. ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. താങ്കളുടെ സിനിമ പലപ്പോഴും ചർച്ചകളാണ്. അപ്പൊ ക്രിസ്ത്യനാണ് പോലും ബോളിവുഡിൽ പോലും പലരും കണ്ടിട്ട് ചർച്ചകളായിട്ടുള്ള സിനിമയായിരുന്നു. ഞാൻ ചെയ്യുന്ന സിനിമകൾ ഇത്രത്തോളം റെസ്പോൺസ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്ടറിന് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അത് ഉറപ്പായിട്ടും സിനിമകള് കോടി ക്ലബിനെ എന്നൊക്കെ പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ അതായത് സക്സസ് നമുക്ക് അങ്ങനെ ഒരു പ്രൊഡ്യൂസറിന്, നമ്മൾ വിശ്വസിച്ച ഒരു സിനിമയ്ക്ക് ഇറങ്ങുന്ന പ്രൊഡ്യൂസറിന് അടുത്ത സിനിമയ്ക്ക് സ്കെയിൽ വലുതാക്കി ചെയ്യാൻ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഓരോ സിനിമകൾ വിജയിക്കും തോറും സിനിമയുടെ വലിപ്പം കൂടാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആഗ്രഹിക്കുന്ന ടെക്നിക്കൽ സപ്പോർട്ടിലേക്ക് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ട് പ്രൊഡ്യൂസറിന് ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അപ്പൊ അത് ഈ പറയുന്ന കോടി ക്ലബുകൾ കിട്ടിയാൽ അടിപൊളിയാണ്. എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. സിനിമ വിജയിക്കണം, ആളുകൾക്ക് ഇഷ്ടപ്പെടണം, കൂടെ ഒരു കോടി ക്ലബും വേണം. ഇപ്പൊ ലോക പ്രൊമോട്ട് ചെയ്യുമ്പോൾ നസ്ലിനായാലും ഇപ്പൊ വള പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഉപ്പാനായാലും അവരുടെ പടങ്ങളെ പോലെ തന്നെ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഒരു വൺ ഓഫ് ദ കൈൻഡ് എന്നൊക്കെ പറയുകയാണ് ടിക്കറ്റൊക്കെ പറ്റി. എല്ലാ പ്രൊമോഷൻസിനും വളരെ ഓർഗാനിക് ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എടുത്ത് ചോദിക്കാതെ എന്താണ് ഇപ്പോൾ ടിക്കറ്റൊക്കെയുടെ അവസ്ഥ? ടിക്കറ്റൊക്കെ ഷൂട്ട് നടക്കുന്ന വിഷയം അത് എന്താ പറഞ്ഞാല് കുറച്ചധികം ഫിസിക്കൽ സ്ട്രെയിൻ ഉള്ള ഒരു പടമാണ്. നല്ല അധ്വാനമുണ്ട് സിനിമയ്ക്ക്. അപ്പൊ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ അത് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 to 15 days ഷൂട്ട് ചെയ്യുക, ഒരു 5 days ബ്രേക്ക് ചെയ്യുക. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ തീർന്നു പോകും. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പം എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ വലിയ പ്രോമിസസ് ഒന്നും തരുന്നില്ല. നമുക്കറിയാം, നമ്മൾ രാവിലെ 6 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി പല ഫാൻ ഷോയും കഴിഞ്ഞ് വന്നിട്ട് അത്രയും ബിൽഡപ്പിൽ കിട്ടിയ സിനിമകളൊക്കെ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു സിനിമ, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ, അതിന്റെ ഏറ്റവും നല്ല വേർഷന് വേണ്ടിയിട്ടാണ് ടിക്കറ്റൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലെ കുറിച്ച് അത് നിസാം ബഷീർ ഡയറക്ട് ചെയ്യുന്ന, പൃഥ്വിരാജ് അഭിനയിക്കുന്ന, പാർവതി എഗ്രിമെന്റ് എഴുതുമ്പോ പറയും, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി സാലറി തരില്ല. എന്ത് പ്രതീക്ഷിക്കാം? കാണുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ, രാജുവേട്ടന്റെ നടത്തം അങ്ങനെയാണ് കാണുന്നത്. അറിയില്ല, ഞാൻ അങ്ങനെ യൂണിവേഴ്സൽ ഉണ്ടാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഒരു സബ്ജക്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഇന്നത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങാറില്ല. ഒരു സബ്ജക്ട് വരുമ്പോൾ അതിനകത്ത് സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കും. ഇപ്പം ഞാനൊരു സബ്ജക്ട് എടുത്ത് നോക്കിയാൽ അപ്പം എനിക്ക് തോന്നുവാണ് ജോർജുട്ടീനെ കൊണ്ടുവരാം, ഗിരീനെ കൊണ്ടുവരാം, സാമലക്സിനെ കൊണ്ടുവരാം എന്നൊക്കെ തോന്നിയാൽ ഞാൻ ചെയ്യുമായിരിക്കും. എനിക്കറിയില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഞാനൊരു ഐറ്റം ഉണ്ടാക്കാൻ പോയി. എനിക്ക് അറിയില്ല, ബേസിക്കലി സത്യം അത് അറിയില്ല. പക്ഷെ ചെയ്തു വരുമ്പോൾ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. ഞാൻ ഈ 3യുടെ സമയത്ത് എന്തെല്ലാം ഇത് വന്നു, CBIയിലെ മറ്റേ സേതുരാമയ്യർ വരുന്നു, ഗിരി വരുന്നു, ഇതിന് ഞാനൊരു അങ്ങനെ ഒരു ആംഗിളിൽ എനിക്ക് ചിന്തിക്കാനേ പറ്റിയിട്ടില്ല. ഏത് സിനിമ നിൽക്കുമ്പോ അല്ലെ, ദൃശ്യവും ചെറിയ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാ ദൃശ്യവും ഇപ്പൊ 2 ദൃശ്യവും തീർന്ന് 45-46 ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു. അതൊരു ശരിക്കും ഒരു ഫാമിലിയുടെ കഥയല്ലേ, അത്രേ ഉള്ളൂ. ഞാൻ അതിന്റെ ഒരു സ്കെയില് ഇതില് അല്ല. ഇപ്പം ഞാൻ എന്തുകൊണ്ട് 3-4 വർഷം ഒരു ഇതെടുത്ത് ഒരു അങ്ങനത്തെ ഒരു സബ്ജക്ട് ആലോചിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ കുറെ പ്രൊജക്ടുകൾ ലൈനപ്പ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിൽ റൗണ്ട് ദ ക്ലോക്ക് എൻ്റെ പിള്ളേർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും 2 പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനും നടക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു തെലുങ്ക് പടത്തിന്റെ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ഞാനല്ല എഴുതുന്നത്. അപ്പം ഇതിങ്ങനത്തെ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വലിയ പ്രൊജക്ട് എടുത്ത് ഞാൻ ഇത്രയും ഇതിന്റെ കൂടെ നിൽക്കുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ എല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിട്ട് വലിയൊരു പ്രൊജക്റ്റിലേക്ക് ചാടേണ്ടി വരും. അപ്പൊ പിന്നെ 2 കൊല്ലം മാറും. അപ്പൊ ഇവരെന്ത് ചെയ്യും? അപ്പം അതാണ് എൻ്റെ സിറ്റുവേഷൻ. അപ്പൊ പിന്നെ എനിക്ക് ഞാനിപ്പോഴും പറയുമല്ലോ, ഞാനൊരു എന്നെ ഡയറക്ടറോ റൈറ്ററോ ഒന്നും വിളിക്കണ്ട, ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. എനിക്ക് ഇങ്ങനെ കഥകൾ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു കൊച്ചു കഥകൾ. അതായത് ഞാൻ എൻ്റെ പിള്ളേരുടെ സിനിമ പറഞ്ഞത് ഞാൻ പറയില്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണത്.
അതിലാണ് എൻ്റെ കിക്ക്, എൻ്റെ സന്തോഷം. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെടുത്ത് ഞാൻ നോക്കിയിരുന്നു. ഈ ദൃശ്യം 2-ന് ശേഷം സാറിന്റെ വാക്കുകൾക്ക് വിശ്വാസം വരുന്നില്ല. ചെറിയ പടമാണെന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക് അല്ല, ഞാൻ ചെറിയ പടം എന്ന് ഉദ്ദേശിച്ചത് ബഡ്ജറ്റ് വൈസ്. എനിക്ക് തോന്നുന്നില്ല ദൃശ്യം 2-ന്റെ ചെലവുണ്ടാവുമോ ദൃശ്യം 3-ക്ക് എനിക്ക് സംശയമുണ്ട്. ആ റെമ്യൂണറേഷൻസ് മാറ്റി വെച്ചാൽ മേക്കിങ്ങിന്. കാരണം അങ്ങനെയാണ് അതിന്റെ ഇത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പണം ഓടി വേറെ ലെവലിലേക്ക് പോകുന്നത് അത് ഡിഫറെന്റ്. ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റും നമ്പർ ഓഫ് ഡേയ്സ് 45 ദിവസം. ഇപ്പൊ ബാക്കി ഇപ്പൊ ഈ പറഞ്ഞ പോലെ 3 AR പോലെ ലോക പോലെയുള്ള സിനിമകളൊക്കെ അവർ എത്ര നാളത്തെ അവരുടെ പ്രയത്നവും എത്ര ഹെവി കണ്ടന്റ് ആണ്, ഹെവി മേക്കിംഗ് ആണ്. അങ്ങനെയാണ് എന്റെ ഈ പടങ്ങളൊക്കെ കൊച്ചു കൊച്ചു. അതുകൊണ്ടേ നമ്മളത് കൊച്ചു സിനിമയാണ്. സാർ അതേപോലെ ഈ ലോകയിലെ കാര്യം പറഞ്ഞാൽ ലോകയിൽ ഒരു സ്ത്രീ കേന്ദ്രകഥാപാത്രമായി വന്നിട്ട് 200 കോടി ക്ലബ് ചെയ്തു. അതായത് ഒരു സിനിമയിൽ ഒരു പുരുഷൻ തന്നെ നായകനാവണമെന്നോ വില്ലനാവണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. ഒരു സ്ത്രീ വിചാരിച്ചാലും വണ്ടർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാറിന്റെ ഏതെങ്കിലും സ്ക്രിപ്റ്റുകളിൽ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് സബ്ജക്റ്റുകൾ വരാനായിട്ട് താല്പര്യമുണ്ടോ? ഇതൊരു ചെറിയ തോതില്ല, ഇതിൽ ഫുള്ളി ഒരു ഫീമെയിൽ ഓറിയന്റഡ് പറയാൻ പറ്റത്തില്ല. ഞാൻ മമ്മി ആൻഡ് മീ ചെയ്തായിരുന്നു. ആ സമയത്ത് ഒരു കൊച്ചു സിനിമയാണ്, ഫീമെയിൽ സെൻട്രിക് ആണ്. ഒരു ചേച്ചിയും ഒരുമാണ് സിനിമ കൊണ്ടുവന്നത്, മോളുമാണ്. അന്ന് ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ ഞാൻ 2.5 കൊല്ലം നടന്നു. ഇന്ന് കാലം മാറി. ഇന്ന് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത് സിനിമയിൽ അങ്ങനെ സ്ത്രീ പുരുഷൻ അങ്ങനെ ഒരു ഭേദത്തിന്റെ ആവശ്യമില്ല. ആരാ ക്യാരക്ടർ ലീഡ് ക്യാരക്ടർ ചെയ്ത് അത് തിയേറ്ററിൽ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓടും. അത് ഇതിനു മുമ്പും പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. നല്ല സബ്ജക്റ്റ് എടുത്ത് നന്നായിട്ട് മേക്ക് ചെയ്യുക, അതാണ് ലോകി ചെയ്തത്. അപ്പം അതൊക്കെ ഒത്തിരി പോസിറ്റീവ്സ് ആണ്. ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കേരളത്തിൽ ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കതിനുള്ള ഒരു സ്പേസ് ഉണ്ട്, അത്രയും നല്ലൊരു ക്വാളിറ്റി, നല്ല ഓഡിയൻസ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. ആൻഡ് വേറൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പം ബാക്കിയുള്ള ലാംഗ്വേജസ് മാറിക്കൊണ്ടിരിക്കുക. അവർ നമ്മുടെ മലയാളം കണ്ടു തുടങ്ങുന്നു. ഭയങ്കര നമ്മുടെ മാർക്കറ്റ് വലുതാവുന്നു, നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റുന്നു. ഒത്തിരി ഒരു പോസിറ്റീവ് ടൈമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപർണയുടെ കൂടെ ഇപ്പം നമ്മളെപ്പോഴും നമ്മളൊരു ടീം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ്സിനെ ഫ്രണ്ട്സിനെ ഒക്കെ കൂടെ ആണ് നമ്മൾ ടീമിലേക്ക് പിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോവാർട്ടേഴ്സ് ആണ് അപർണ. കോവാർട്ടേഴ്സ് എന്നുള്ളതിനേക്കാൾ ഒരു ഗംഭീര ആക്ട്രസ് ആണ് അപർണ. അപ്പൊ എനിക്കും പെർഫോം ചെയ്യുമ്പോൾ ചില സീക്വൻസസ് ഒക്കെ എടുക്കുമ്പോൾ എന്റെയും കുറെ പണി ഈസി ആക്കി തരുന്നത് കൂടെയുള്ള ആളുകളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അപർണയുടെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. പിന്നെ അപർണ എന്നുള്ളത് ഇപ്പം സൺഡേ ഹോളിഡേ ആയാലും കിഷ്കിന്ധകാണ്ഡം ആയാലും എല്ലാം ഡയറക്ടറിന്റെ ചോയ്സ് ആണ്. ഒരിക്കലും എനിക്ക് അതിനകത്ത് റെക്കമെൻഡേഷനോ സ്പേസോ അങ്ങനെയൊന്നുമില്ല. എന്റെ അടുത്തും ജിത്തു സാറ് പറയുമ്പോൾ ഇത് പ്രൊജക്ട് ഓൺ ആയതിനു ശേഷം സാറിന്റെ ഫസ്റ്റ് ചോയ്സ് വാസ് അപർണ. അപർണയുടെ കൂടെ അപർണ തന്നെയായിരുന്നു ആ കാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കും അപർണ ആണെങ്കിൽ കൂടുതൽ സന്തോഷം, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും നല്ലൊരു പെർഫോമർ, നന്നായി ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാവണം എന്ന് മാത്രമേ ഞാൻ ഡിമാൻഡ് ചെയ്യാറുള്ളൂ. അതെ ഇപ്പൊ ഈ ഇതിന്റെ പ്രൊമോഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇതിന്റെ അകത്ത് ഒരു ഭാഗ്യ ജോഡി എന്നുള്ള ഒരു ലേബലിലേക്ക് എത്തി എന്നുള്ളത്. അപ്പൊ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. സിനിമയ്ക്ക് ആവശ്യമില്ലാത്തൊരു പ്രഷർ വരുന്നുണ്ട് അതില്. നോക്കാം, എന്തായാലും റിലീസ് കഴിയുമ്പോൾ അറിയാം. ആസിക കഴിഞ്ഞ ദിവസം ദുബായിൽ പ്രൊമോഷൻ ഇവന്റിൽ ആസിക പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, മക്കളുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. തന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന സിനിമ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ലോകം എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം ചോദിച്ചു. ഇതിന്റെ ചോദ്യങ്ങൾ രണ്ടാണ്. ഒന്ന്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും മിറാഷ്. രണ്ടാമത്തത്, ഇവര് അപ്രോച്ച് ചെയ്തിരുന്നു, ഇവരോട് സംസാരിച്ചിരുന്നു ലോക ടീമിനോട്, പ്രത്യേകിച്ച് മക്കളുടെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ? ഡൊമിനിക്കുമായിട്ട് ഞാൻ ഒരുപാട് നാളത്തെ ബന്ധമുള്ളതാണ്. ലോകയുടെ എല്ലാ അപ്ഡേറ്റ്സും ഷൂട്ടിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പം ഞാൻ ചെയ്ത കഴിഞ്ഞ വർഷത്തെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഇപ്പൊ കിഷ്കിന്ധകാണ്ഡം എന്റെ മോന് മനസ്സിലാവില്ല. അത് കാണുന്ന ഓഡിയൻസ് കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഓഡിയൻസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈവൻ തലവനാണെങ്കിലും ലെവൽ ക്രോസ് ആണെങ്കിലും ഒക്കെ കുറെ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു. സർക്കിട്ട് ഉണ്ടായിരുന്നു. സർക്കിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിലെ പാട്ട് ഇഷ്ടമാണ്, ജപ്പുവിനെ ഇഷ്ടമാണ്. അപ്പം ഈ ബാക്കിയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് അപ്പം ലോക പോലൊരു സിനിമ അവര് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഒരു ഭയങ്കര, ഇപ്പൊ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മളൊരു ഹോളിവുഡ് ലെവൽ
സ്ക്രീൻ പ്ലേയും മേക്കിങ്ങും നരേഷനും ഒക്കെ ഉള്ള ഒരു സിനിമ. അത് ഇപ്പൊ അവഞ്ചേഴ്സ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഉറപ്പായിട്ടും മലയാളത്തിൽ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഓഫ് ഹാബി എന്ന് പറഞ്ഞ സിനിമ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അത് ഒരു അത്ഭുതമായിരുന്നു അന്ന്. അപ്പൊ അന്ന് കിരീടം കാണണോ ഓഫ് ഹാബി കാണണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് ഹാബി എന്നേ പറയുള്ളൂ, അല്ലേ? ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കാത്ത പല സിനിമകളും ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമകളാണ്. അന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന് പറഞ്ഞ ഇന്നസെന്റങ്ങളുടെ ഒരു ഗംഭീര സിനിമയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സിനിമ പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പൊ ഇപ്പൊ അവരുടെ പ്രായത്തിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പടങ്ങളെല്ലാം. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നുള്ളത്. ഇൻഫാക്ട് ഞാനൊരു സൂപ്പർ ഹീറോ മൂവി ഫാനാണ്. അപ്പൊ എന്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു ഒരു സൂപ്പർ ഹീറോ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതില് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റോ സ്ക്രീൻ പ്ലേ ഒന്നും എന്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചെയ്യും. അവരോട് ചോദിച്ചാലോ ലോകേതെങ്കിലും ചാപ്റ്ററിൽ ഞാൻ പറയാൻ ചാൻസ് ഉണ്ടോ? അവരായിട്ട് തരുവാണെങ്കിലല്ലേ നല്ലത്, ചോദിച്ചു മേടിക്കുന്നതിനേക്കാൾ. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പം എല്ലാം ഏത് ആക്ടേഴ്സിനോട് ചോദിച്ചാലും ആക്ടേഴ്സിന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണം അതാണ്. എല്ലാവർക്കും ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മനസ്സിലുണ്ടാവും. അവർ ചെയ്യുന്ന പോലത്തെ സിനിമകൾ ചെയ്യണം, അവർക്കുണ്ടായ പോലത്തെ സക്സസ് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. വിളിക്കോട്ടെ, ഉറപ്പായിട്ടും പോയി ചെയ്യും. ഒരു ക്രോസ് കൺട്രി റണ്ണറിന്റെ കഥയാണല്ലോ ആദിയിലേക്ക് അങ്ങനെ മാറ്റിയത്. ഓടാൻ കഴിവുള്ള ഒരാളെയാണല്ലോ അങ്ങനെ മാറ്റിയത്. അങ്ങനെ ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് കഴിവുള്ള ഒരു സൂപ്പർ ഹീറോ അങ്ങനെ മനസ്സിലാലോചനയുണ്ടോ ഒരു കൺസെപ്റ്റ്? അതേപോലെ സൂപ്പർ ഹീറോ എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. അത് വരട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് ഓർഗാനിക്കലി സംഭവിക്കണം. ഞാനല്ലാതെ അടുത്തത് ചെയ്തേക്കാം എന്നും പേപ്പറും പേന എടുത്ത് ഇറങ്ങാൻ ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടി ചിൽഡ്രൻസ് മൂവി സൂപ്പർ ഹീറോ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് ഇല്ല. അത് ആക്ച്വലി കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റോറിയാണ്. അത് എൻ്റെ ചെറുപ്പത്തിൽ കണ്ടതും വേറെ ഒരു സംഭവങ്ങളുടെ ഇതും ഒക്കെ ആയിട്ട് വെച്ചിട്ടുള്ള ഒരിതാണ്. ഒരു ഫൺ ഫിലിം, കുട്ടികളുടെ സിനിമ എന്നുള്ളത് അങ്ങനെ. അപ്പൊ നമ്മൾ ഏതാണ്ട് എല്ലാ ഏരിയയും കവർ ചെയ്തെന്ന് തോന്നുന്നു, അല്ലേ? അപ്പൊ ഇനി എല്ലാവരും 19-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ മാക്സിമം ഇങ്ങനൊരു പടം 19-ന് ഇറങ്ങുന്നുണ്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കുക. അങ്ങനെ അല്ലേ? അതന്നെ, 19-ാം തീയതി റിലീസ് ഉണ്ട് തിയേറ്റേഴ്സിൽ. ഇപ്പൊ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഡേ വരുന്നവരാണ്, നമ്മൾ ഫസ്റ്റ് ഡേ കാണാറുള്ളവരാണ്. പക്ഷെ അതിന്റെ ഒരു കൃത്യമായ റീച്ച് നിങ്ങളിലൂടെ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുക. അപ്പൊ ആ സപ്പോർട്ട് ഞങ്ങൾ ചോദിച്ചു മേടിക്കുകയാണ്. പിന്നെ ഇതില് ഫീമെയിൽ ലീഡ്സ് ആയിട്ടുള്ള 2 പേർക്കും എത്താൻ പറ്റിയില്ല. അപർണയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അപർണ ഒരു ട്രാവലിലാണ് ഉള്ളത്. ഹന്ന ഇന്നലെ ദുബായ് പ്രൊമോഷൻ ഒക്കെ കഴിഞ്ഞ് വന്ന് ഓടി എത്തിയില്ല ഇങ്ങോട്ട്. പ്രസ് മീറ്റ് തുടങ്ങുന്നതിന് മുന്നേ എത്താൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അവര് 2 പേരും എത്താത്തത്. യെസ്, അർജുനായിരുന്നു ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും, അതായത് ട്രെയിലർ റിലീസ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ യൂട്യൂബ് കോമന്റ്സ് വന്നത് അർജുനെ പറ്റി ചോദിച്ചിട്ടായിരുന്നു. അത് ഭയങ്കര, എന്തുകൊണ്ടാണ് ജിത്തു സാർ അത് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തെന്നുള്ളത് മനസ്സിലായത് ഇതിന്റെ ട്രെയിലർ റിലീസ് കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പം അർജുന്റെ ഫസ്റ്റ് ഫിലിം ആണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഫസ്റ്റ് ഫിലിം. ഞാനൊരു മ്യൂസിക് വീഡിയോ കണ്ടിരുന്നു. എന്റെ ആക്ച്വലി വെരി ഫസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് ഇതൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ് ആയിരുന്നു. എനിക്ക് കുറെ ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് എത്തിയ സ്ഥലമായിരുന്നു. പക്ഷെ എനിക്ക് കുറെ പഠിക്കാൻ പറ്റി. ഈവൻ ഈച്ച് ആൻഡ് എവറിങ് ടെക്നീഷ്യൻസ് ആണെങ്കിലും ഇവരുടെ അടുത്ത് നിന്നാണെങ്കിലും എനിക്ക് കുറെ, ആസിഫിക്ക് എനിക്ക് കുറെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവൻ അപർണയാണെങ്കിലും എല്ലാവരും എനിക്ക് കുറെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് യൂട്യൂബിൽ കമന്റ്സ് എത്തുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാവരും ഓഫ് കോഴ്സ് എല്ലാവരും വീട്ടിൽ തന്നെ കാണുക. ആൻഡ് എല്ലാവരും റിവ്യൂസ് പറയുക. താങ്ക് യു സോ മച്ച്.